ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിലെ സെലക്ഷൻ എന്ന ചെറിയൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സെലക്ഷൻ എന്ന് നോക്കാം. സെലക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് മാനേജീരിയൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് സ്റ്റാഫിംഗ്. അപ്പോൾ എന്താണ് സ്റ്റാഫിംഗ്? എന്താണ് മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ്. ആ സ്റ്റാഫിംഗിലെ ഒരു ഫംഗ്ഷൻ ആണ് സെലക്ഷൻ. Selection is the process of identifying and choosing the best person out of a number of prospective candidates for a job. അപ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൈലബിൾ ആയിട്ടുള്ള, തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ പട്ടികയിൽ നിന്നും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയെ കണ്ടെത്തുകയും കൂടാതെ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് എന്താണ് കോൺസെപ്റ്റ് ഓഫ് സെലക്ഷൻ എന്ന് നോക്കാം. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെക്കാളും നമ്മൾ റിജക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നെഗറ്റീവ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. ഇൻ സെലക്ഷൻ, the candidates are required to take a series of employment tests and interviews. At every stage, many are eliminated and a few move on to the next stage until the right type is found. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സിലെ കാൻഡിഡേറ്റ്സിന് കുറച്ച് എംപ്ലോയ്മെന്റ് ടെസ്റ്റുകളും കൂടാതെ ഇന്റർവ്യൂകളും ഉണ്ടാവും. കൂടാതെ ഓരോ സ്റ്റേജിലും എലിമിനേഷനും ഉണ്ടാവും. ഓരോ ടെസ്റ്റും പാസ്സായവരെ മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സിലെ വിവിധ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിലിമിനറി സ്ക്രീനിങ്, ദെൻ സെലക്ഷൻ ടെസ്റ്റ്, ദെൻ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ, ദെൻ റഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ദെൻ സെലക്ഷൻ ഡിസിഷൻ, ആൻഡ് ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ, ആൻഡ് ദെൻ ജോബ് ഓഫർ, and the last step is contract of employment. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിലിമിനറി സ്ക്രീനിങ്. Preliminary screening helps the manager eliminating unqualified or unfit job seekers based on the information supplied in the application forms. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? ആ ഓർഗനൈസേഷനിലെ നമ്മൾ അപ്ലിക്കേഷൻ ഫോംസ് അയക്കും. എന്നാൽ ആ ഓർഗനൈസേഷനിലെ മാനേജർ എന്ത് ചെയ്യുന്നു? അവർക്ക് ലഭിച്ച അപ്ലിക്കേഷൻസിലെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് സെലക്ഷൻ ടെസ്റ്റ്. ഈ ഒരു ഘട്ടത്തില് ഈ കാൻഡിഡേറ്റ്സിനെ ഒരു സീരീസ് ഓഫ് ടെസ്റ്റുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന്റെ കഴിവുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഈ ടെസ്റ്റുകളിലൂടെയൊക്കെ പാസ്സാവുന്ന കാൻഡിഡേറ്റ്സ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജ് ആണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. Interview is a formal, in-depth conversation conducted to evaluate the applicant's suitability for the job. The role of interviewer to seek information from the candidate. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഇന്റർവ്യൂവർ ആൻഡ് ദി കാൻഡിഡേറ്റ് ആണ്. ഇവിടെ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇന്റർവ്യൂവർ ഈ കാൻഡിഡേറ്റിനോട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും. ഈ ഇന്റർവ്യൂവിന് ശേഷം ഈ കാൻഡിഡേറ്റിന്റെ ഏകദേശ അഭിരുചികളെല്ലാം തന്നെ ഈ ഇന്റർവ്യൂവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഇന്റർവ്യൂവിൽ പാസ്സാവുന്ന ആൾക്കാർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു. ഇന്റർവ്യൂവിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പാണ് റഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്. Many employers request names, addresses, and telephone numbers of references for the purpose of verifying information and gaining additional information of an applicant. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ ഇവർ കുറേ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ കറക്റ്റ് ആണോ എന്നും കൂടാതെ ആ ഒരു കാൻഡിഡേറ്റിനെ പറ്റി കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു.
ഇതിനെയാണ് നമ്മൾ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് സെലക്ഷൻ ഡിസിഷൻ. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. The final decision has to be made from among the candidates who pass the test, interviews and reference checks. The concerned manager will be generally considered in the final selection decision. അപ്പോൾ എന്താണ്, ഈ ടെസ്റ്റുകളും ഇന്റർവ്യൂകളും കൂടാതെ എന്താ റെഫറൻസ് ചെക്കും പാസ്സായിട്ട് വരുന്ന കാൻഡിഡേറ്റിനെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ മാത്രമാണ് ഇവിടെ മാനേജർ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ ആ ജോബ് വേക്കൻസിക്ക് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ മാത്രമാണ് ഇവിടെ മാനേജർ സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ ഡിസിഷന് ശേഷമുള്ള സ്റ്റെപ്പാണ് മെഡിക്കൽ എക്സാമിനേഷൻ. The candidate is required to undergo a medical fitness test. The job is offered only to the healthy and mentally fit and sound candidates. അപ്പോൾ എന്താണ്, സെലക്ഷൻ ഡിസിഷന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിന് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ കൂടി പാസ്സായ ഒരു കാൻഡിഡേറ്റിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓർഗനൈസേഷനിൽ അപ്പോയിന്റ് ചെയ്യുള്ളൂ. അയാൾ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഹെൽത്തി ആയിരിക്കണം. കൂടാതെ എന്താണ്, ഒരു സൗണ്ട് മൈൻഡുള്ള ഒരു കാൻഡിഡേറ്റ് കൂടി ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരാളെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയുള്ളൂ. നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലെ അവസാനത്തെ സ്റ്റെപ്പാണ് ജോബ് ഓഫർ ആൻഡ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ ജോബ് കാൻഡിഡേറ്റിനായിട്ട് ഓഫർ ചെയ്യുന്നത്. കൂടാതെ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിലെ റൂളുകളും കൂടാതെ ഈ ഒരു എംപ്ലോയിന് കൊടുക്കുന്ന സാലറിയും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചാണ്. ആഫ്റ്റർ ക്ലിയറിംഗ് ഓൾ ദി പ്രോസസ്സസ്, job offer is being made through a letter of appointment or confirm his acceptance. After job offer, candidate accept the offer. Certain documents need to be executed by the employer and candidate. Following details are confirmed to the candidate: date of initiation, grade of pay, rules, grievance rules, code of conduct, leave rules, allowances, work hours, etc. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൈമാറുന്നത്. അവരുടെ ജോലി ഏത് ദിവസം മുതലാണ് ആരംഭിക്കുന്നത്, അവർക്ക് എത്രത്തോളമാണ് ശമ്പളം അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നത്, പിന്നെ ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റൂളുകളും, കൂടാതെ എന്താണ് അവരുടെ ലീവുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ എല്ലാം ഈ ഒരു സ്റ്റേജിൽ വെച്ചാണ് അവർക്ക് വേണ്ടിയിട്ട് വിവരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലെ വിവിധ സ്റ്റെപ്പുകൾ. Hi everyone, today we're going to talk about an important operation in human resources management, recruitment and selection. In short, it is the process of finding, attracting and selecting the right applicant to fill a vacant position. While the definition itself might sound fairly straightforward, the actual process is much more complicated. A typical recruitment process starts with identifying the vacancies that exist in an organization. In the following planning stage, the recruiter will communicate objectives with hiring manager, analyze the job specification including the knowledge, skills, and experience. Once the recruiter knows what he needs in terms of qualifications, it is time to determine duties and responsibilities of the job. A comprehensive job description can be a helpful tool. It usually includes title, duties and responsibilities, qualifications, location and compensation, etc. In the next phase, which is the sourcing phase, the goal is to identify the right talents, attract them, and motivate them to apply. Generally, there are internal as well as external recruitment. For internal sources, some examples are promotion, transfer, retired employees, previous applicants, and employee referral. As for external sources, examples include company website, job portals, social network, advertisement, and job fair. Once the applications flow in, the recruiter will screen candidates on the basis of minimum qualifications, then sort the ones with the preferred credentials. This is where the process gets complicated and difficult.
Tools like ATS, which stands for Applicant Tracking System, can help a lot in narrowing down talent pool quickly and prevent bias. The shortlisted applicants will now move through the interview process prior to receiving an offer letter or rejection note. Depending on the size of the hiring team and recruitment needs, several telephonic, video, or personal interviews may be scheduled for every candidate. Once the final selection is done, recruiters move on to check candidates' professional references and verify all employment details. If everything is in order, recruiter will draft employment contract and make the offer. At the time of offer acceptance, the process of recruitment and selection is considered completed.